ഇങ്ങനെ ചെയ്യാം. എന്നെ വിശേഷം, ഹാപ്പി ന്യൂ ഇയർ. നമ്മളിന്ന് വന്നിരിക്കുന്നത് ടൊറോണ്ടോയിലെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. ഇത് ഇവിടുത്തെ ഡിസ്റ്റിലറി ഡിസ്ട്രിക്റ്റ്. ഇന്ന് കുറച്ച് ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മദ്യനിർമ്മാണശാലയായിരുന്നു ഒരു കാലത്ത്. നിങ്ങൾ ആ പേര് ശ്രദ്ധിച്ചോ? ഗുഡനാം ആൻഡ് വേർഡ്സ് ലിമിറ്റഡ്. ഇവിടെ ട്രോണോ ആവുന്നതിന് മുന്നേ ഇവിടെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ടൗൺ ഓഫ് യോർക്ക് എന്നായിരുന്നു. ആ സമയത്ത് ഇവിടെ ഗുഡൻഹാം ആൻഡ് വേർഡ്സ് ഒരു ഡിസ്റ്റിലറി തുടങ്ങുന്നതിന് മുന്നേ അവരൊരു വിൻമില്ല് മാത്രമായിരുന്നു തുടങ്ങിയത്. പിന്നെ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഇവിടെ മദ്യം ആയിരുന്നില്ല ഒഴുകിയിരുന്നത്. ബ്രിട്ടീഷ് കിങ്ഡത്തിന് വാറിൽ ജയിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ആസറ്റോൺ ഇവിടെ ആയിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. സിൻസ് ദ ഫാക്ടറി വാസ് ബിഗ് ആൻഡ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വാർ ജയിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തൊരു പ്ലേസ് കൂടെയാണിത്. പിന്നെ 1990s ഈ ഫാക്ടറി കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്തു ഡ്യൂ ടു പ്രൊഹിബിഷൻ ലോസ്. ഇപ്പോൾ ഇവിടെ ഉള്ളത് ആ വിക്ടോറിയൻ കാലഘട്ടത്തിൻ്റെ ആ പ്രൗഢിയും, അതായത് ഈ റെഡ് ബിൽഡിങ്സ്, ചുമലക്കട്ടയുള്ള ബിൽഡിങ്സ്, പഴയ ഡിസ്റ്റിലറിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ബാരൽസ്, സാധനങ്ങളെല്ലാം ഉണ്ട്, ചെറിയ ഷോപ്സ്. അങ്ങനെ സിറ്റിയുടെ നടുക്ക് ഹിസ്റ്ററി പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്നൊരു സ്ഥലം. ഇവിടെ പിന്നെ ഒരു വിൻറ്റേജ് ഫോട്ടോ എടുത്തു തരും കേട്ടോ. അതായത് മറ്റേ പഴയ പത്രത്തിൽ വരുന്ന പോലത്തെ. എല്ലാ പ്രാവശ്യവും നമ്മളിവിടെ വരുമ്പോൾ ഓർക്കും ലോങ് ക്യൂ ഉള്ളത് കാരണം വേണ്ട, നമുക്ക് പിന്നെ വരാം, ഇപ്പോഴും ഭയങ്കര തണുപ്പായിരിക്കും. പക്ഷേ ഇപ്രാവശ്യം അത്രയും തണുപ്പില്ലായിരുന്നു. പിന്നെ മഞ്ഞ് പെയ്യുന്ന കാരണം ഒത്തിരി വലിയ ക്യൂ ഇല്ലായിരുന്നു. നമ്മളുടെ ഫോട്ടോ കാണിക്കാം കേട്ടോ, ലാസ്റ്റ് ഞാൻ അറ്റാച്ച് ചെയ്യാമേ. നമ്മൾ എവിടെയാണെങ്കിലും എപ്പോഴും വർക്കൗട്ട് ചെയ്യണം. സോ ഇന്ന് ജിം സ്കിപ്പ് ചെയ്യുന്ന കാരണം ഞാൻ അവിടെ ഇരുന്ന് 2 ഡംബൽ എടുത്ത് 2 ബൈസപ്പ് കേളൊക്കെ ചെയ്തു. ആൻഡ് ഐ ഫെൽറ്റ് ഗുഡ്. നിങ്ങൾ കണ്ടോ? Thank you. Oh wow. Thank you, baby. Thank you so much, baby. So I'm gonna have hot chocolate with marshmallows, whipped cream, and it's actually ice cream cone, like waffle cone. എങ്ങനെയുണ്ട്? ഭയങ്കര മധുരമാണോ? ഓ, മൊത്തത്തിലൊരു നല്ല ട്രിപ്പായിരുന്നു. പിന്നെ നമ്മളും സിക്കായിട്ട് ഒരു 3 weeks ആയിട്ടെങ്ങും പോകാതെയൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പുറത്തൊക്കെ ഇറങ്ങിയപ്പം നമുക്കും ഒരു നല്ലൊരു ഗുഡ് ചേഞ്ച് ആയിരുന്നു. പിന്നെ മഞ്ഞ് പെയ്തു, ആൾക്കാരുണ്ടായിരുന്നു എല്ലായിടത്തും, കുറേ ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ ലൈറ്റ്സിൻ്റെ ഇടയ്ക്കൊക്കെ പോയി എൻജോയ് ചെയ്തു. അപ്പം ഈ 2025 നിർത്താനായിട്ടുള്ളൊരു നല്ലൊരു ദിവസമായിരുന്നു. പിന്നെ എനിക്ക് പേഴ്സണലി ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ടൈം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ ലൈറ്റ്സ്, കളേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് നമ്മുടെ ഉള്ളിലുള്ളൊരു ചൈൽഡ് ലൈക്ക് ഒരു ഹാപ്പിനെസ്, ഒരു ചൈൽഡ് ലൈക്ക് ഒരു ഫീലിംഗ്, അതൊന്നും ഒരിക്കലും നഷ്ടമാവില്ലേ എന്നാണ് എൻ്റെ ബിഗ്ഗസ്റ്റ് പ്രെയർ. അപ്പോൾ എനിക്ക് ഈ സ്നോമാനും ലൈറ്റ്സും ട്രീസും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു തോന്നി. ആൻഡ് വി ഫെൽറ്റ് ഗുഡ്. നമ്മളൊന്നും കൂടുതലായിട്ട് ചെയ്തില്ല, പക്ഷേ നമുക്ക് അവിടെ ആയിരുന്ന ആ സമയത്ത് നമ്മളുടെ മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു. കുറേ ആൾക്കാർ, വിൻ്റർ ടൈമിൽ നമുക്കങ്ങനെ ആരെയും കാണാൻ പറ്റത്തില്ലല്ലോ പുറത്ത്, നമ്മൾ ജോലി വീടായിട്ടിരിക്കുമ്പോഴത്തേക്ക്. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ പനിയും കൂടെ വന്നത് കാരണം നമ്മൾ കുറേ എൻജോയ് ചെയ്തു, കുറേ നടന്നു. ആൻഡ് ഇറ്റ് ഫെൽറ്റ് ഗുഡ്. ഒരു നല്ലൊരു വർഷത്തിന് നല്ലൊരു എൻഡിങ് ആയിട്ട് തോന്നി. ഉണങ്ങിയോ? ഓ, കത്തിപ്പോവോ?
അതിൻ്റെ ഇടയ്ക്ക് ബേബിയുടെ ഗ്ലൗവ് ഇവിടെ വെള്ളത്തിൽ പോയി. അപ്പോൾ നമ്മളത് ഉണക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അവിടെ ഒരു ഹീറ്റർ ഉണ്ടായിരുന്നു, അവിടെ പോയി ഞാൻ കൈ ചൂടാക്കി, ബേബിയുടെ ഗ്ലൗസ് ചൂടാക്കി. ഇന്ന് ആദ്യമായിട്ട് അത്രയും തണുപ്പില്ലാതെ നമ്മളെല്ലാം കണ്ടു തീർത്തു. ഇപ്രാവശ്യത്തെ എക്സിബിഷൻ ക്രിസ്മസ് കഴിഞ്ഞുകൊണ്ട് എല്ലാം കാണാൻ പറ്റി. പിന്നെ ഇതാണ് നമ്മൾ അവിടെ വെച്ചെടുത്ത പിക്ചർ. എങ്ങനെയുണ്ടായിരുന്നു ബേബി ക്രിസ്മസ് വില്ലേജ്? സൂപ്പറായിരുന്നു. നമ്മൾ എൻജോയ് ചെയ്തോ? നല്ല അടിപൊളി ഇറ്റാലിയൻ ബേർഡിന്റെ പേരുണ്ടായിരുന്നു, ഫക്കോഷ്യ. സൂപ്പർ ആയിരുന്നു അത്. ന്യൂ ഇയർ ആയത് കാരണം റോഡ്സ് എല്ലാം ക്ലോസ്ഡ് ആപ്പ്. നമ്മൾ നമ്മുടെ പാർക്കിങ്ങിലേക്ക് പോകാനായിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മുടെ സിഗ്നൽ ആയില്ല. ഓ താങ്ക് യു. പക്ഷെ പോലീസ് മാമൻ പറഞ്ഞു നമുക്ക് പോവാമെന്ന്. ഇത് കണ്ടോ, റോഡ് ക്ലോഷർ സൈൻസ്. പിന്നെ പോലീസ് മാമൻ സൂപ്പറല്ലേ. നമുക്ക് പേടിയായിരുന്നു നമ്മുടെ വണ്ടി ടോ ചെയ്യുമോന്ന്. കാരണം ഇവിടെ നമ്മൾ ഒരു സൈക്കിളൊക്കെ പോകുന്നിടത്താണ് പാർക്ക് ചെയ്തത്. പക്ഷെ ഇവിടെ കണ്ടോ, ഫയർ ഹൈഡ്രന്റിന് മുന്നിൽ തന്നെ ആൾക്കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഐ ഡോണ്ട് തിങ്ക് നമുക്ക് എന്തെങ്കിലും ഫൈൻ കിട്ടുമെന്ന്. കിടക്കുന്നു നമ്മളുടെ വണ്ടി. ഷാംപൂ ആണ്. ഡൗൺ ടൗണിൽ ഇങ്ങനെ ട്രാം ഒക്കെ ഉണ്ട്. വാവ്. ട്രങ്ക് ഒന്നും തുറക്കുന്നില്ലായിരുന്നു, തൊട്ടിട്ടൊന്നും. കൈയെല്ലാം ഫ്രോസൺ ആയി. അയ്യോ, നമ്മുടെ സാധനങ്ങളായിട്ട് നമ്മള് ന്യൂ ഇയർ ട്രിപ്പിന് പോവാ. നമ്മള് അയ്യോ ഓക്കെ, നൗ ഐ ആം കോൾഡ്. ഐ ഫീൽ ബാഡ്. ഞാൻ ഇങ്ങനെ അകത്തിരിക്കുന്നതിന് എന്തൊക്കെയാണ് നമ്മൾ വെച്ചിരുന്നത്. തൊപ്പി, ക്യാപ്പ്, പിന്നെ ഒരു ഷോള്, പിന്നെ എൻ്റെ ജാക്കറ്റ്, അകത്തൊരു ജാക്കറ്റ്, പിന്നെ ഒരു കട്ടിയുള്ളൊരു സ്വെറ്റർ ഉടുപ്പ്, പിന്നെ അകത്തൊരു ടീഷർട്ട് എല്ലാം ഇട്ടിട്ടുണ്ട്. എന്നിട്ടും സ്കൂളിന് കൈയൊക്കെ തണുപ്പായി കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ സ്നോ ബൈറ്റ് അടിക്കും. അതായത് കുറച്ച് സ്വള്ളനാവും കൈ, വിരലിനറ്റമൊക്കെ നമുക്ക് കുറച്ച് നമ്പായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ കുറച്ച് സ്വള്ളനാവും. ഞാൻ ഇവിടെ കാണിക്കുന്നത് എൻ്റെ കൈ സ്വള്ളനായിട്ട് റിങ്സ് ഒക്കെ ടൈറ്റ് ആവുന്നതാണ്. പക്ഷെ ഞാൻ ഹൈപ്പത്തോമിയ എന്നാണ് പറഞ്ഞത്. അത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. ഇത് വെറും ഒരു സ്നോ ബൈറ്റ് ആയിരുന്നു. ഇവിടെ ഫ്ലറീസേ ഉള്ളൂ, അവിടെ ഭയങ്കര മഞ്ഞാ. വരണ്ടെന്നാണ് ഈ പറയുന്നത്. നമ്മൾ ന്യൂ ഇയറിന് ട്രിപ്പ് പോകാനിരുന്നത് കിച്ചണറിലെ ബേബിയുടെ കസിൻസിൻ്റെ അടുത്തേക്കായിരുന്നേ. അപ്പം അവിടെ നമ്മൾ അറിയാലോ, ലാസ്റ്റ് വ്ലോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അവിടെ പിള്ളേരോട് ചില്ല് ചെയ്യുന്നതും അവിടെ പോകുന്നതും. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ അടുത്ത് പോകുന്നത്. കാരണം ഭയങ്കര കോസിയാണ്. നമുക്ക് നമ്മളുടെ വീടല്ലെന്ന് തോന്നത്തില്ല. അതുപോലെ എല്ലാ കാര്യത്തിലും അത്രയും സ്നേഹവും കരുതലുമാണ് നമ്മളുടെ അടുത്ത്. ഇതുവഴി പോകുമ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു, പണ്ട് മിസ്റ്റർ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വീഡിയോസിൽ പറഞ്ഞ പോലെ അമ്പരചുംബികളായ കെട്ടിടങ്ങളൊക്കെ കണ്ട് പോയിക്കൊണ്ടിരിക്കുകയെന്ന്. ആ റൈറ്റ് സൈഡിലൊരു റെഡ് വട്ടം അങ്ങ് ദൂരെ കാണുന്നത് ഇവിടുത്തെ CN ടവർ ആണ്. പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. ആ കളറുള്ളൊരു വട്ടം കാണത്തില്ലേ, പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഇവിടെ സീറോ വിസിബിലിറ്റിയാ. അത് വിസിബിലിറ്റിയാ. പിന്നെ ഈ കാണുന്നതാണ് റോജർ സെൻറ്റർ. ഇവിടെ നമ്മൾ ടേലർ സ്വിഫ്റ്റിൻ്റെ എറ സ്റ്റോറി കണ്ടത്. ആ വ്ലോഗ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, എപ്പോഴും എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ വണ്ടിയിൽ കയറിയിരുന്നു, ചെറുതായിട്ടൊന്ന് മയങ്ങി. കാരണം ഇവിടെ നിന്ന് ഒരു 1.5 hours ഉണ്ട് യാച്ചിക്കയുടെ ഇത്തയുടെ അടുത്ത് നമ്മൾ പോകുന്നത്, ബേബിയുടെ കസിൻസിൻ്റെ അടുത്ത്. ഞാനൊന്ന് ഉറങ്ങി കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള സ്നോ സ്റ്റോമും ഭയങ്കര കാറ്റും. നമ്മൾ കാറ്റിനെ കട്ട് ചെയ്ത് പോയിട്ട് ഭയങ്കര ശബ്ദവും. I was like, what is happening? എന്തുവാ ഇത്? ചിലപ്പോഴൊക്കെ എനിക്ക് വിശ്വസിക്കാനേ പറ്റത്തില്ല. ഇത്രയും നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 140 കിലോമീറ്റേഴ്സേ ഉള്ളൂ.
പക്ഷേ അത്രയും ഡിസ്റ്റൻസിലും ഇത്രയും ബിഗ് വെതർ ഡിഫറൻസ്. പിന്നെ നമ്മൾ ഇവിടുത്തെ ഹൈവേ ആണ്, നമ്മളൊരു 100 കിലോമീറ്റേഴ്സിലാണ് പോകേണ്ടത്. പക്ഷേ ഇവിടെ വഴിയൊന്നും മഞ്ഞ് മാറ്റിയിട്ട് പോലും ഇല്ല. മാറ്റിയിട്ടും പിന്നെയും മഞ്ഞ് വീണോണ്ടേ ഇരിക്കുക. ഇത് കണ്ടോ, ആകെപ്പാട് 2 ലൈനേ ഉള്ളൂ. അതും നമ്മൾ വണ്ടി പോയി ക്ലീൻ ആയതാ, അല്ലാതെ ക്ലീനായി കിടക്കുന്നതല്ല. ഐസാന്ന് തോന്നുന്നു താഴെയെല്ലാം. നല്ല കാറ്റും ഉണ്ട്, വണ്ടി ഇങ്ങനെ തെന്നിയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മളൊരു സംഭവബഹുലമായ 1.5 ജേണിക്ക് ശേഷം യാചികയുടെ ഒക്കെ വീട്ടിലേക്ക് എത്താൻ പോകുകയാണ്. എത്തിയില്ല. മറ്റേ ചേച്ചിയെ അപ്പോൾ ഇവിടുത്തെ ബാക്കി വിശേഷം അടുത്ത വീഡിയോ പറയാം.